SP ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂർ, അതായത് ഈ SP നാഷണൽ ശ്രീനിധി GRR ഇതെല്ലാം ഒരു കോക്കസാണ്. ഈ ഒരു പരസ്യ വീഡിയോ കണ്ട് ബാംഗ്ലൂരിൽ മലയാളികൾ നടത്തുന്ന മലയാളികൾക്ക് പഠിക്കാൻ പറ്റിയ നഴ്സിംഗ് കോളേജ് SV ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂർ. നല്ല ലാബ് ഫെസിലിറ്റി, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മലയാളി ടീച്ചേഴ്സ്, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഹോസ്റ്റൽ, ഒപ്പം കേരള ഫുഡും. അതുമാത്രമല്ല സ്വന്തമായി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും, ഒപ്പം ബാംഗ്ലൂരിൽ തന്നെ വരുന്ന ഇന്റർനാഷണൽ ഹോസ്പിറ്റലുകളിൽ ക്ലിനിക്കൽ ട്രെയിനിങ്ങും SV ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്കായി ഉറപ്പു നൽകുന്നു. ഈ വീഡിയോ കണ്ടിട്ടാണോ നിങ്ങൾ പെട്ടുപോയത്? കാര്യം ഒരു രക്ഷകർത്താവ് ഇന്ന് വന്നൊരു മെസ്സേജ്, അതായത് കണ്ടോ, അഡ്മിഷൻ എടുത്തുപോയ INC കൊണ്ടുവന്ന് INCയുടെ വെബ്സൈറ്റിൽ പോയി പരിശോധിച്ചാൽ കിട്ടും. പക്ഷേ എന്റെ ചോദ്യം, ഇതിനകത്ത് പറയുന്നു മലയാളി മാനേജ്മെന്റ് SP ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. എനിക്കറിയില്ല, എല്ലാം കന്നഡക്കാടെയാ. പിന്നെ പറയുന്നു സൂപ്പർ സ്പെഷ്യാൽ ആശുപത്രികളിലാണ് ക്ലിനിക്കൽ സംവിധാനമെന്ന്. ഇത് ഈ 4 കോളേജിന്റെയും കഴിഞ്ഞ കൊല്ലം യൂണിവേഴ്സിറ്റി കർണാടക ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വെബ്സൈറ്റിൽ ഇട്ട ആശുപത്രി ഡീറ്റെയിൽസ് ആണ്. ഇത് ആശുപത്രികൾ ഇവർക്ക് ആവശ്യമുള്ള ആശുപത്രി ഒന്നും ഇല്ലെന്നാണ് അതിനകത്ത് ആ രേഖകൾ, ഞാൻ പറയുന്നല്ല കേട്ടോ, ആ രേഖകൾ തെളിയിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതൊക്കെ തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റിയിലെ അധികൃതരുമായിട്ട് നിയമവിരുദ്ധമായിട്ട് എല്ലാം ചെയ്ത് സംഭവിക്കുന്ന സ്ഥാപനങ്ങളാണ്. വീണ്ടും വല പോയി വീണു. എന്നിട്ട് പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? എന്തിനാ, നല്ലതാണോ എന്ന്? ഞാൻ നേരത്തെ പറഞ്ഞു തന്നു എങ്ങനെയൊക്കെ വേണം, എങ്ങനെയാണ് ഒരു സ്ഥാപനം തെരഞ്ഞെടുക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി ചോദിക്കണം. 10 രൂപ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുക. 10 രൂപയുടെ അപേക്ഷാ ഫീസേ ഉള്ളൂ. അത് മുടക്കാൻ നിങ്ങൾക്ക് തയ്യാറില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ എങ്ങനെ പഠിച്ചാലും എനിക്കെന്താ. ഇപ്പൊ ഇതിന്റെ കീഴിൽ ഇപ്പം വരും കൂലിക്ക് നിൽക്കുന്ന ആൾക്കാര്. നല്ല കോളേജാണ്, ക്ലിനിക്കലുണ്ട്. ഈ ക്ലിനിക്കലൊക്കെ എവിടെയാന്നുള്ള കാര്യം യൂണിവേഴ്സിറ്റിക്ക് അറിയാം, അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് അറിയത്തില്ല. അന്നേ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എവിടാണ് ക്ലിനിക്കലിന് ആശുപത്രി പറഞ്ഞിരിക്കുന്നത്? LIC ഇൻസ്പെക്ടർമാർ വന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ട ഹോസ്പിറ്റൽ എവിടൊക്കെയാണ്, പഠിപ്പിക്കുന്ന അധ്യാപകർ ആരൊക്കെയാണ്, യൂണിവേഴ്സിറ്റി അംഗീകരിച്ചവര്, അവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും അറിയത്തില്ല. ആരാണ്ടൊക്കെ വരുന്നു പോകുന്നു അല്ലേ? യൂണിവേഴ്സിറ്റിയോട് നിങ്ങൾ പരിശോധിച്ചോ, ചോദിച്ചറിഞ്ഞോ? നിങ്ങളുടെ പ്രിൻസിപ്പാൾ, വൈസ് പ്രിൻസിപ്പാൾ, MSc ഫാക്കൽറ്റീസ്, ബാക്കിയുള്ള ഫാക്കൽറ്റീസ് ഒന്നുമില്ല അല്ലേ? ഇതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നല്ലൊരു നേഴ്സായിട്ട് വന്ന് ആ യൂണിഫോം ഇട്ട് ഒരു ആത്മനിർവൃതി എന്നൊക്കെ പറയും. ഞാൻ എല്ലാം തികഞ്ഞ ഒരു നേഴ്സാണ്, കോപ്പി അടിക്കാതെ പ്രാക്ടിക്കലിന് പോകാതെ ഒന്നുമല്ല, ഞാൻ അധ്വാനിച്ച് നല്ല കോളേജിൽ പഠിച്ചാണ് വന്നതെന്നുള്ളൊരു അഭിമാനത്തോടെ ഈ ആതുര സേവന മേഖലയിൽ കടന്നു വരണം. എപ്പോഴും ഐ പ്രൗഡ് ടു ബി എ നേഴ്സ് എന്നൊരു ആത്മധൈര്യം, ഒരു ഉണർവ് മനസ്സിലുണ്ടാകണം. അതിനൊന്നും ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യണം. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്. ജാഗ്രത പാലിക്കുക.